ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പിനെ കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. ഇപ്പം കുറച്ച് പേർക്കൊക്കെ കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഇലയൊക്കെ വല്ലാതൊക്കെ ആവുന്നു, കോലനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എൻ്റെ കറിവേപ്പിനകത്ത് കുറേ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്ന കറിവേപ്പായിരുന്നു. കറിവേപ്പ് ഇപ്പം കണ്ടോ, ഏണി വെച്ചാൽ കയറാം, ആ രീതിയിൽ അങ്ങ് വളർന്ന് കോലനേ അങ്ങ് പോവുകയാണ്. എത്ര പ്രാവശ്യം ഒടിച്ചു കൊടുത്താലും പിന്നെ ഇതങ്ങ് തഴപ്പോടെ വളർന്നു വരികയും ചെയ്യും, ഇലയൊക്കെ കേടാവുകയും ചെയ്യും, കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ ഈ വൃശ്ചികം ധനുമാസമൊക്കെ ആയിരുന്നല്ലോ, വൃശ്ചികം ധനുമാസത്തിൽ നമ്മുടെ ഈ ഇലകൾക്കൊക്കെ കൊഴിച്ചിലുണ്ടാവും. അതിപ്പം മരങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് ഈ ഇല കൊഴിച്ചിൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കറിവേപ്പിനും ഇലയൊക്കെ കൊഴിയുന്നത്. അല്ലാതെ അതിനകത്ത് പേടിക്കാനൊന്നുമില്ല, ഉണങ്ങുന്നൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു കെയർ കൊടുത്താൽ, വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കറിവേപ്പിന് വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് നിന്നോളൂ. പിന്നെ നല്ല ഉണക്ക് സമയമൊക്കെ ആയി വരികയാണ്. അപ്പോൾ നല്ലതുപോലെ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നല്ല തഴപ്പോടുകൂടി വളർന്നു വരികയുള്ളൂ. അഥവാ നിങ്ങളുടെ ഈ കറിവേപ്പ് നല്ല നീളത്തിലങ്ങ് പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദാണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം. കണ്ടില്ലേ, ഞാൻ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ വളർച്ചാ രീതി എങ്ങനെയാണ് എന്നറിഞ്ഞതിന് ശേഷം അടുത്തതൊക്കെ കട്ട് ചെയ്യാമെന്ന് കരുതി. കാരണം നമുക്ക് ഒരുപാട് പൊക്കത്തിൽ പോയാലും നമുക്ക് ഈ കറിവേപ്പ് കൊണ്ട് പ്രയോജനമില്ല അല്ലേ. പിന്നെ നമ്മൾ അത് ഓടിക്കാനായിട്ട് പിന്നെ വേറെ വല്ല മാർഗ്ഗമൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഇപ്പം പൊക്കം കുറച്ച് കട്ട് ചെയ്ത് നിർത്തിയിട്ട് നല്ല തളിർപ്പോടുകൂടി ഇല വരുന്നുണ്ടോ. വെട്ടിക്കൊടുത്താൽ മാത്രം പോരാ, പിന്നെ അവർക്ക് നല്ല രീതിയിൽ വളവും കൂടെ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കറിവേപ്പ് നല്ല രീതിയിൽ കിളിർച്ച് വരികയുള്ളൂ. അപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇഷ്ടം പോലെ കൊമ്പുകളുമായിട്ട് നമ്മുടെ കറിവേപ്പ് വരുന്നുണ്ട്. ഇതിന് താഴെ കുഞ്ഞു ഇലകൾ മുതൽ കണ്ടോ, ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം മേലോട്ട് നല്ല രീതിയിൽ നല്ല പച്ചപ്പോടുകൂടി ഇലകളൊക്കെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ കൊമ്പുകളും വരുന്നുണ്ട്. അപ്പോൾ ഇത് ബുഷായിട്ട് നമ്മളങ്ങ് നിർത്തണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നല്ലതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്ത് 1 കിലോ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം വേപ്പും പിണ്ണാക്ക്, 250 ഗ്രാം എല്ലുപൊടി, ഇത്രയും ഇട്ടിട്ട് ഇതിൻ്റെ ചുവടൊക്കെ നല്ലതുപോലെ വെട്ടിയെടുപ്പിച്ചിട്ടിരിക്കുകയാണ്. ഒരു തടം പോലെ എടുത്തിട്ട് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഇനി അതിന് ശേഷം എന്തുവേണമെന്നറിയാമോ, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും അത് ഇട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കറിവേപ്പ് ഇതേ രീതിയിൽ വളർന്നു വരും. അതിനുശേഷം നമ്മൾ എന്തുവേണമെന്നറിയാമോ, കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് നേർപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. കഞ്ഞിവെള്ളത്തിനകത്ത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ കയ്യിൽ കൊള്ളുന്നതായ ഒരു പിടി കടലപ്പിണ്ണാക്ക് എടുത്താൽ മതി. അത് നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്ത് തലേന്ന് ഉള്ള കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ടങ്ങ് വെച്ചിരുന്നാൽ മതി. അത് 2 ദിവസം അവിടെ നിന്ന് പുളിക്കും. അതിനകത്ത് ഒരു സ്വല്പം ശർക്കരയും കൂടെ, നെല്ലിക്ക വലുപ്പത്തിലുള്ള ശർക്കരയും കൂടി ഇട്ട് വെച്ചിരുന്നാൽ നല്ലൊരു എഫക്റ്റായിരിക്കും നമ്മുടെ ഈ ചെടികൾക്ക് കിട്ടുന്നത്. അപ്പം അത് കലക്കിയിട്ട് ഇത് ഇത്രയും കൂടെ നമ്മൾ ഇതിൻ്റെ ചുറ്റിനും അങ്ങ് ഒഴിച്ചു, അതിൻ്റെ ചെവിടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിൻ്റെ ചുറ്റിനും ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിന് ഓരോ വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. മീൻ വെട്ടുന്ന വെള്ളം അത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നല്ല വളമാണ്. മീനിൻ്റെ വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മോര് അടിക്കുന്ന അല്ലേ, മിക്സി ജാറൊക്കെ കഴുകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പഴയ പുളിച്ച മോരൊക്കെ ഇരിക്കുന്നത് ഒക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ലതുപോലെ തഴച്ചങ്ങ് വളർന്നു വരും. പിന്നെ നല്ല ചൂട് സമയത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒരു പുതയൊക്കെ ഇട്ട് കൊടുത്താൽ, പുതയെന്ന് വെച്ചാൽ നമ്മൾ കരിയിലയൊക്കെ ഇട്ടിട്ട്, ഇപ്പോൾ നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് ഒഴിച്ചിട്ട് തന്നെ അതിൻ്റെ മേളിൽ കുറച്ച് കരിയിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ അതിന് വലിയ ചൂടൊന്നും അടിക്കാതെ നല്ല ഒരു തണുത്ത ഒരു ഇതിൽ അതങ്ങ് വളർന്നു വരും. അപ്പോൾ ആ രീതിയും കൂടെ ഒന്ന് ചെയ്യുക. അപ്പം ഇവിടെ എനിക്കാണെങ്കിൽ ഒരു 6-7 മൂട് കറിവേപ്പുണ്ട്. എല്ലാം നല്ല രീതിയിലാണ് വളർന്നു വരുന്നത്. ഇപ്പോഴാണ് ഈ ഇലയ്ക്കൊക്കെ ഇച്ചിരി ഒരു കുഴപ്പം വന്നത്. എന്നാലും നല്ല നീളത്തിലും പോകുന്നുണ്ട്, ഇലയും ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം എന്തായാലും നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ ഇലപ്പുള്ളി രോഗം ഉണ്ടാവാറുണ്ട് ഇതിനകത്ത്. അത് ഈ ഇലപ്പുള്ളി രോഗമൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം, അതാണ് വേണ്ടിയത്. അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളാണ്. ഓരോ കാലാവസ്ഥയിലും ഓരോ ചെടിക്കും ഓരോരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നേരത്തെ അതിനകത്ത് നമ്മൾ രാസവസ്തുക്കളൊന്നും സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് പിന്നെ ഓരോ കാലാവസ്ഥ അനുസരിച്ച് അതിനകത്ത് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം, ഡെയിലി ഉള്ളതായ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നമ്മുടെ നോർമലി കൊണ്ടങ്ങ് ഒഴിച്ചാൽ മതി. ഇലയിലൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ നല്ലതുപോലെ നമുക്ക് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടും. പിന്നെ അതുപോലെ ഗോമൂത്രം ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് തളിച്ചു കൊടുക്കാം.
അല്ലാതെ രാസകീടനാശികളൊന്നും ഇതിനകത്തൊന്നും തളിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കിത് ഡെയിലി വേണ്ടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇലയ്ക്കകത്ത് അങ്ങനെയുള്ള ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കരുത്. കാരണം അത് നല്ലതുപോലെ കീടനാശിനികൾ തളിച്ചാണ് നമുക്ക് കറിവേപ്പില നമ്മുടെ കടകളിലൊക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കറിവേപ്പ് നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടത്തിൽ നമ്മൾ നട്ടിരിക്കണം. അത് ഞാൻ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ്. തുടക്കത്തിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5-6 എണ്ണം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കറിവേപ്പ് നട്ടുപിടിപ്പിക്കാണ്ട് ശ്രമിക്കുക. നമ്മൾ കറിവേപ്പിൻ്റെ വിത്ത് കുറേ പേർക്ക് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സീസണല്ല, സീസണൊക്കെ ആവട്ടെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഒരു അരി പോലും നമ്മുടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി പൂക്കുന്ന സമയമൊക്കെ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് കായൊക്കെ പിടിക്കും. അപ്പോഴൊരു ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കായൊക്കെ പരുവാകും. അപ്പം നമുക്ക് നോക്കാം. പിടിക്കുകയെന്നുണ്ടെങ്കിൽ തരാം, അല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കാം. പിന്നെ എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ടതായ കറിവേപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം വേറെ ഒരു ഇതും കൂടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതും അതേപോലെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതായ ഒരു കറിവേപ്പാണ്. കണ്ടോ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതേ ലെവലിൽ ഹൈറ്റിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് നിർത്താം. ഇനി നിൽക്കുന്ന എല്ലാം ഞാൻ ഇനി എൻ്റെ ലെവലിൽ കട്ട് ചെയ്ത് നിർത്താൻ പോവുകയാണ്. അപ്പം ഇത് നമ്മളിത് നല്ലതുപോലെ പിടിക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അടുത്തടുത്ത് നമ്മൾ കട്ട് ചെയ്യാവൂ. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. 2 എണ്ണം നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തു, അത് നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് കട്ട് ചെയ്തു, അത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. കണ്ടോ, അപ്പം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ വല്ലപ്പോഴൊക്കെ ചാണകപ്പൊടി, എല്ലുപൊടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വളങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ജൈവ വളങ്ങളില്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റൊക്കെ അതൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. അല്ലാതെ ഡയറക്റ്റ് തന്നെ നമുക്ക് വേസ്റ്റുകളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുക്കാം. പക്ഷേങ്കിൽ അന്നേരം ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കറിവേപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു കറിവേപ്പെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പം ഞാനിപ്പം 2016 ഈ കറിവേപ്പ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. എനിക്ക് ഇഷ്ടം പോലെ കറിവേപ്പില ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ പറമ്പിലെല്ലാം നമുക്ക് കറിവേപ്പ് ഇങ്ങനെ പിടിച്ചു വരാറുണ്ട്. ഇതിൽ നിന്ന് തന്നെ അരി വീണിട്ട് ഇവിടെ എല്ലാം പിന്നെ കറിവേപ്പും തൈയൊക്കെ പിടിച്ചു വരാറുമുണ്ട്. അപ്പം കറിവേപ്പിലേക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല. ഇങ്ങനെ നമ്മൾ ഓരോന്ന് കിളിച്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളതും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ ഇലയെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പം നല്ല മൂർച്ചയുള്ള ഇരുമ്പ് കൊണ്ടോ കത്താള് കൊണ്ടോ വേണം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു പരുവത്തിൽ ഇതിൻ്റെ കൊമ്പുകൾ കുഴിച്ചിട്ടാലും കിളിച്ച് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാം. പിന്നെ കുഞ്ഞു പരുവത്തിൽ നമ്മൾ ഇതിൻ്റെ തൈകൾ കുഴിച്ചിടുമ്പോൾ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളി കൊടുത്താൽ കുറേ ശിഖരങ്ങൾ അതിനകത്തുനിന്ന് പൊട്ടിക്കിളിച്ച് വരും. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ആവും. നല്ല വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കറിവേപ്പിൻ്റെ ഈ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. കൃഷിയെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അവിടെയും നിങ്ങളൊന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.